നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നും പതിവ് പോലെ പഠിക്കുന്നത് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒഫൻസസ് എഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്ന ഒരു മേഖലയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് IPC സെക്ഷനുകളൊക്കെ പഠിച്ചിരുന്നു. ഭാരതീയ ന്യായ സംഹിതയുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്ന വകുപ്പുകളുമൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 321 കുറിച്ചാണ്. ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 321, അതായത് ദേഹോപദ്രവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇതിനെ ഭാരതീയ ന്യായ സംഹിതയിൽ പെടുത്തിയിരിക്കുന്നത് 115 എന്ന അതാണ് സെക്ഷനാണ് അല്ലേ. 115 സബ് ക്ലോസ് 1 എന്ന് പേരിട്ടാണ് ഭാരതീയ ന്യായ സംഹിതയിൽ ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ IPC സെക്ഷൻ 321 പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ വോളണ്ടറിലി കോസിങ് ഹർട്ട് ആണ് പറയുന്നത് അല്ല. വോളണ്ടറിലി കോസിങ് ഹർട്ട്, അതായത് ഇവിടെ എന്താ പറയുക, സ്വമേധയാ മറ്റൊരാൾക്ക് ദേഹോപദ്രവം ഉണ്ടാക്കുക എന്ന ചിന്തയോട് കൂടിയിട്ട് ബോധപൂർവം ദേഹോപദ്രവം ഉണ്ടാക്കുന്ന പ്രക്രിയ. അതായത് നമ്മുടെ പ്രതിയോഗിക്ക് ശാരീരികമായ അവശത അല്ലെ ബുദ്ധിമുട്ട് വരണം എന്ന ചിന്തയോട് കൂടിയിട്ട് കരുതിക്കൂട്ടി അല്ലെങ്കിൽ ബോധപൂർവം നമ്മളൊരാളെ ആക്രമിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 321. വോളണ്ടറിലി കോസിങ് ഹർട്ട്, സ്വമേധയാ മറ്റൊരാൾക്ക് ദേഹോപദ്രവം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ആക്രമിക്കുക, അതായത് ഒരാളെ അടിക്കുക, ഇടിക്കുക, തല്ലുക, ഇതെല്ലാം ഈ സെക്ഷൻ 321 പ്രതിപാദിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു തല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെ ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വകുപ്പ് പരിചയമുണ്ടായിരിക്കും. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കുക എന്നതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇനി എന്താണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷ, അതും കൂടി അറിയണ്ടേ. അതാണ് തൊട്ടടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. അതായത് പണിഷ്മെൻറ്റ് ഫോർ വോളണ്ടറിലി കോസിങ് ഹർട്ട്. സ്വമേധയാ മറ്റൊരാൾക്ക് ദേഹോപദ്രവം ഉണ്ടാക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു ശിക്ഷ പ്രതിപാദിക്കുന്നുണ്ട് അല്ലേ. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശിക്ഷ ഏതാണ്? അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശിക്ഷയാണ് പണിഷ്മെൻറ്റ് ഫോർ വോളണ്ടറിലി കോസിങ് ഹർട്ട്. IPC സെക്ഷൻ 323 ഇവിടെയുള്ളത്. IPC സെക്ഷൻ 323 അതല്ല എന്നുണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷനുണ്ട്. അതിൽ 115 സബ് ക്ലോസ് 2 എന്ന വകുപ്പുണ്ട്. അതിലും പ്രതിപാദിക്കുന്നുണ്ട്. എന്താ പ്രതിപാദിക്കുന്നത്? പണിഷ്മെൻറ്റ് ഫോർ വോളണ്ടറിലി കോസിങ് ഹർട്ട്. ഇവിടെ പ്രതിപാദിക്കുന്ന എന്താണ്? 1 വർഷം തടവ്, കുറഞ്ഞത് 1 വർഷം തടവും 1000 രൂപ പിഴയും ലഭിക്കാം. ഇനി ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഈ ഉപദ്രവത്തിൻ്റെ തോത് ഒരല്പം കൂടുതലാണെങ്കിൽ അത് 10,000 രൂപ വരെ പിഴയിലേക്ക് എത്തിച്ചേരാവുന്ന കുറ്റമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് കിടക്കാം അല്ലെ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? 322 അല്ലെ. 322 ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 322 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. 322 എന്തിനെക്കുറിച്ചാണ്? വോളണ്ടറിലി കോസിങ് ഗ്രീവൻസസ് ഹർട്ട് എന്നാണല്ലോ. വോളണ്ടറിലി കോസിങ് ഗ്രീവൻസസ് ഹർട്ട്, അതായത് ഒരാൾ സ്വമേധയാ മറ്റൊരാൾക്ക് കഠിനമായ ദേഹോപദ്രവം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ആക്രമിക്കുക എന്നതാണ് ഇവിടെ പറയുന്നത് അല്ലേ. വോളണ്ടറിലി കോസിങ് ഗ്രീവൻസസ് ഹർട്ട് എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഒരാൾ സ്വമേധയാ മറ്റൊരാൾക്ക് കഠിനമായ ദേഹോപദ്രവം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന പ്രക്രിയ, അതാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം അല്ല. എന്താണ്? അതായത് കഠിനമായിട്ട് ദേഹോപദ്രവം ഏൽപ്പിക്കുക എന്നാണ് പറയുന്നത്. അതായത് കഠിനമായിട്ട് ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നല്ല കാര്യമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുമ്പോൾ സെക്ഷൻ 322, സ്വമേധ അറിഞ്ഞുകൊണ്ട് ചെറിയ ദേഹോപദ്രവമാണെന്നുണ്ടെങ്കിൽ 321 അതാണ് വരുന്നത്. ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷ എന്താണ്? IPC സെക്ഷൻ 325 പ്രകാരം അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ശിക്ഷ 117 സബ് ക്ലോസ് 2 പ്രകാരമുള്ള ശിക്ഷ, അതാണ് നമ്മൾ നോക്കുന്നത്. അതെന്താണ്? പണിഷ്മെൻറ്റ് ഫോർ വോളണ്ടറിലി കോസിങ് ഗ്രീവൻസസ് ഹർട്ട് 7 വർഷം വരെ തടവ് കിട്ടാം അല്ലെ. 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാം, പിഴയും കിട്ടാം, ജാമ്യം കിട്ടുന്ന വകുപ്പാണ് കേട്ടോ. ബെയിലബിൾ ഒഫൻസ് തന്നെയാണ് ഇത്. ബെയിലബിൾ ഒഫൻസ് ആയിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. ഇനി ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഒരാളെ മർദ്ദിച്ച് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ജീവച്ഛവമാക്കി കഴിഞ്ഞാൽ അല്ലേ 10 വർഷത്തിൽ കുറയാത്ത ശിക്ഷയാണ്. പിന്നെയോ അത് നോൺ ബെയിലബിൾ ഒഫൻസസുമായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ്. ഇതാണ് സെക്ഷൻ 322 പ്രകാരമുള്ള കുറ്റത്തിനുള്ള ശിക്ഷയായിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത് എന്താണ്? അത് IPC സെക്ഷൻ 324 അല്ലെ. IPC സെക്ഷൻ 324 നമ്മളിത് നോക്കുന്നത്. അത് ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 118 സബ് ക്ലോസ് 1 പെടുത്തിയിരിക്കുന്നത് അല്ലെ. IPC സെക്ഷൻ 324 സബ് ക്ലോസ് 1 അല്ലേ. 118 സബ് ക്ലോസ് 1 പെടുത്തിയിരിക്കുന്നത്. എന്തെന്ന് ചോദിച്ചാൽ വോളണ്ടറിലി കോസിങ് ഹർട്ട് ബൈ ഡേഞ്ചറസ് വെപ്പൺ ഓർ മീൻസ്. വോളണ്ടറിലി
കോസിങ് ഹർട്ട് ബൈ ഡേഞ്ചറസ് വെപ്പൺ ഓർ മീൻസ്. അതായത് മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ ആക്രമിച്ച് അയാൾക്ക് ദേഹോപദ്രവം വരുത്തുകയാണെങ്കിൽ അതാണ് IPC സെക്ഷൻ 324 പ്രതിപാദിക്കുന്നത്. അപായകരമായ ആയുധ ഉപദ്രവം എന്നാണ് പറയുന്നത് അല്ലേ. അപായകരമായ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ ഉപദ്രവിക്കുന്ന രീതി, അതാണ് ഇവിടെ പറയുന്നത്. ഇതിന് 3 വർഷം തടവും 20,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് അല്ലേ. 3 വർഷം വരെ തടവും 20,000 രൂപ പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇനി ഇതിനുള്ള ശിക്ഷ എന്താണ്? വോളണ്ടറിലി കോസിങ് ഗ്രീവിയസ് ഹർട്ട് ബൈ ഡേഞ്ചറസ് വെപ്പൺ ഓർ മീൻസ്. മാരക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ ബോധപൂർവ്വം ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അത് പ്രതിപാദിക്കുന്ന എന്താണ്? അപകടകരമായിട്ട് മാരകമായ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ ജീവപര്യന്തം തടവ് വരെ ലഭിക്കാം അല്ലെ. ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാം. 1 വർഷം മുതൽ 10 വർഷം വരെ ഉള്ള തടവ് അത് വേണമെങ്കിൽ ലഭിക്കാം. പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഇതാണ് ദേഹോപദ്രവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ മറ്റൊരാൾ ദേഹോപദ്രവം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ ലഭിക്കുവാനായിട്ട് സാധിക്കുന്ന വകുപ്പുകൾ. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിജയാശംസകൾ നേരുന്നു. ഓരോ സെക്ഷനുകളും കൃത്യമായി തന്നെ പഠിച്ച് മുന്നേറുക. ഓൾ ദ ബെസ്റ്റ്.